ലോകത്തിലെ ഏറ്റവും മനോഹരമായ കളി അതോ ലോകത്തിലെ ഏറ്റവും വലിയ അധികാര ചൂതാട്ടമോ? 90 മിനിറ്റ് നീളുന്ന ഒരു ഫുട്ബോൾ മത്സരത്തിൽ നമ്മൾ കാണുന്നത് ഗോളുകളും ഡ്രിബ്ലിങ്ങുകളും തിളച്ചുമറിയുന്ന ആവേശവും മാത്രമാണ്. എന്നാൽ ആ പച്ചപ്പുൽ മൈതാനങ്ങൾക്ക് പുറത്തു നടക്കുന്ന കളികൾക്ക് യാതൊരു നിയമങ്ങളുമില്ല, റഫറിമാരില്ല. അവിടെ പന്തുരുളുന്നത് കോടികളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്കും വൻകിട രാജ്യങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾക്കും വേണ്ടിയാണ്. ഫിഫ എന്ന പേരിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മാധ്യമങ്ങൾ പോലും തുറന്നു പറയാൻ മടിക്കുന്ന ആ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇത് ഫുട്ബോളിന്റെ കാണാപ്പുറങ്ങളുടെ അഥവാ രാഷ്ട്രീയത്തിന്റെയും ഗൂഢാലോചനകളുടെയും ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇതിലെ വിവരങ്ങൾ ഫുട്ബോളിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ഒരുപക്ഷെ എന്നേക്കുമായി മാറ്റിയേക്കാം. ഫിഫ എന്ന സാമ്പത്തിക ഭീമന്റെ കഥ തുടങ്ങുന്നത് ഇന്നത്തെ ശീതീകരിച്ച കോർപ്പറേറ്റ് റൂമുകളിലല്ല. 1904 മെയ് 21 പാരീസിലെ ഒരു ചെറിയ കെട്ടിടത്തിലാണ് ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ഫിഫ ജനിക്കുന്നത്. ഫ്രാൻസും ബെൽജിയവും ഉൾപ്പെടെ വെറും 7 യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് തുടങ്ങിയ ഒരു ചെറിയ നോൺ പ്രോഫിറ്റ് സന്നദ്ധ സംഘടനയായിരുന്നു അന്ന് ഫിഫ. അന്നത്തെ ഫുട്ബോൾ രാജാക്കന്മാരായ ബ്രിട്ടീഷുകാർക്ക് പോലും ഈ സംഘടനയെ ഒരു പുച്ഛമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഫിഫ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു വലിയ മാഫിയ മോഡൽ സാമ്രാജ്യമായി മാറിയത്? അതിന്റെ ഉത്തരം പ്രധാനമായും 2 പേരുകളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന് ജൂൾസ് റിമെറ്റ്, 2 ഷാവോ ഹാവലഞ്ച്. 1930 ഉറുഗ്വേയിൽ വെച്ച് ആദ്യത്തെ ലോകകപ്പ് സംഘടിപ്പിച്ച് ഫിഫയെ ലോകത്തിന് മുമ്പിൽ ഒരു വലിയ ബ്രാൻഡായി അവതരിപ്പിച്ചത് ജൂൾസ് റിമെറ്റ് ആയിരുന്നു. എന്നാൽ ഫുട്ബോളിനെ ലോകത്തെ ഏറ്റവും വലിയ കറവപ്പശുവാക്കി മാറ്റിയത് 1974 ഫിഫയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ ബ്രസീലുകാരനായ ഷാവോ ഹാവലഞ്ച് ആണ്. അവിടെ നിന്നാണ് ഫുട്ബോളിന്റെ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു തുടങ്ങുന്നത്. അതുവരെ വെറും ഒരു കായിക വിനോദമായിരുന്ന ഫുട്ബോൾ പെട്ടെന്ന് കോടികൾ കൊയ്യുന്ന ഒരു പ്രൊഡക്റ്റായി മാറി. കൊക്കക്കോള, അഡിഡാസ് തുടങ്ങിയ വൻകിട കോർപ്പറേറ്റുകളെ അദ്ദേഹം ഫിഫയിലേക്ക് കൊണ്ടുവന്നു. ഫുട്ബോളിന്റെ ടിവിയിലൂടെയുള്ള പ്രഖ്യാപനം, ലോകമെമ്പാടും വിൽക്കാമെന്നുള്ള അദ്ദേഹത്തിന്റെ ആശയം, ഇതെല്ലാം തന്നെ TV ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിലൂടെ പണം ഫിഫയിലേക്ക് ഒഴുകുന്നതിന് കാരണമായി. പിന്നീട് വന്ന മറ്റൊരു അധികായനാണ് സെപ്പ് ബ്ലാറ്റർ. ഈ സിസ്റ്റത്തെ അദ്ദേഹത്തിന്റെ നൈപുണ്യതയിൽ കൂടെ കൂടുതൽ വിപുലമാക്കി. മനുഷ്യന്റെ വികാരങ്ങളെ വിറ്റ് കാശാക്കുന്ന നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഫിഫയുടെ മാതൃക അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇനി നമുക്ക് ഈ കളിയുടെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്ക് വരാം. ലോകകപ്പ് നടക്കുന്ന രാജ്യത്തിന് വലിയ വികസനവും ലാഭവും ഉണ്ടാകുമെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ കണക്കുകൾ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സാമ്പത്തിക ചൂഷണത്തിന്റെ കഥയാണ്. ലോകകപ്പിന്റെ പ്രധാന വരുമാനങ്ങളായ ബ്രോഡ്കാസ്റ്റിംഗ് അവകാശങ്ങൾ, സ്പോൺസർഷിപ്പ്, ടിക്കറ്റ് വിൽപ്പന എന്നിവയുടെ പൂർണ്ണ നിയന്ത്രണവും ലാഭവും ഫിഫയ്ക്കാണ് ലഭിക്കുന്നത്. ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്തിന് ലഭിക്കുന്നത് വെറും ടൂറിസം വരുമാനവും വലിയ കടബാധ്യതകളും മാത്രം. കണക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. 2022 ഖത്തർ ലോകകപ്പിനായി ആ രാജ്യം ചിലവാക്കിയത് $220 ബില്യൺ ആണ്. എന്നാൽ യാതൊരു മുതൽ മുടക്കുമില്ലാതെ ഫിഫ അവിടെ നിന്ന് കൊണ്ടുപോയ ലാഭമോ ഏകദേശം $14 ബില്യൺ. 2014 ബ്രസീൽ നിർമ്മിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്റ്റേഡിയങ്ങളിൽ നിന്ന് കാടുപിടിച്ച് കിടക്കുകയാണ്. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2026 ഈ ലോകകപ്പിൽ നിന്ന് ഫിഫ ലക്ഷ്യമിടുന്നത് $13 ബില്യൺ അറ്റാദായമാണ്. ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് രാജ്യങ്ങൾ സ്റ്റേഡിയം പണിയുന്നു. ഫിഫ അത് വെച്ച് കോടികൾ കൊയ്യുന്നു. തികച്ചും ഒരു പാരസൈറ്റിക്കായ ഒരു ബിസിനസ് മോഡലാണ്. സാമ്പത്തികമായി ഇത്രയും ഭീമമായ നഷ്ടമുണ്ടായിട്ടും എന്തിനാണ് രാജ്യങ്ങൾ ലോകകപ്പ് നടത്താൻ മത്സരിക്കുന്നത്? ഇതിന്റെ ഉത്തരമാണ് സ്പോർട്സ് വാഷിംഗ്. തങ്ങളുടെ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ലോകത്തിന് മുമ്പിൽ നിന്ന് മറച്ചു വെക്കാൻ ഗവൺമെന്റുകൾ ഫുട്ബോളിനെ ഒരു മറയാക്കുന്നു. ഫുട്ബോൾ കേവലം ഒരു കളി മാത്രമല്ല, അതൊരു പവർഫുൾ ജിയോ പൊളിറ്റിക്കൽ ടൂളായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2015 അമേരിക്കൻ നീതിന്യായ വകുപ്പ് $150 മില്യൺ അഴിമതിക്ക് ഫിഫയുടെ ഉന്നത ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്ത ഫിഫ ഗേറ്റ് സ്കാൻഡൽ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്നാൽ ഇന്ന് കളിക്കളത്തിലെ നിയമങ്ങൾ പോലും ഉന്നതരുടെ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വഴിമാറുന്നു എന്നതിന് ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ 2 പ്രധാനപ്പെട്ട ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ഒന്നാമത്തേത് അമേരിക്കൻ ഇടപെടൽ. 2026 ലോകകപ്പുമായി ബന്ധപ്പെട്ട് നോക്കുക. അമേരിക്കൻ താരം ഫോളറിൻ ബലോഗൂണിന് കളിക്കളത്തിൽ വെച്ച് റെഡ് കാർഡ് ലഭിച്ചു. വിലക്ക് നേരിടേണ്ടിയിരുന്ന താരത്തെ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയെ നേരിട്ട് വിളിച്ചിടപെട്ടതിന്റെ ഫലമായി ഫിഫ രക്ഷിച്ചെടുത്തുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു.
ഒരു രാഷ്ട്രത്തലവൻ കളിയുടെ നിയമങ്ങളെ അട്ടിമറിക്കുന്ന പവർ പ്ലേ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തേത് അർജന്റീന വിവാദം. ലയണൽ മെസ്സിയെയും അർജന്റീനയും ടൂർണമെന്റിൽ നിലനിർത്താൻ ഫിഫയും റഫറിമാരും രഹസ്യമായി ശ്രമിക്കുന്നു എന്നതാണ് ഇതിന്റെ ആരോപണം. ഈജിപ്തിനെതിരായ മത്സരത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി VAR വീഡിയോ അസിസ്റ്റന്റ് റഫറി തീരുമാനങ്ങൾ എടുത്തുവെന്നും റഫറിമാർക്ക് മേൽ വലിയ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായെന്നും ഈജിപ്തിന്റെ കോച്ചായിരുന്ന ഹൊസാം ഹസൻ പരസ്യമായി ആരോപിച്ചിരുന്നു. വ്യൂവർഷിപ്പ് നിലനിർത്താൻ ഫിഫ ഇത്തരം സൂപ്പർ താരങ്ങളെ സംരക്ഷിക്കുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്? ലോകത്തെ ഫുട്ബോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യം ഫിഫ റാങ്കിങ്ങിൽ ഇന്നും 120-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ലോക ഫുട്ബോൾ ടീം ഇല്ലാതായി പോയത്? പ്രതിഭകൾ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. 1950-ലെ ലോകകപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയത് തന്നെയാണ്. ബൂട്ടില്ലാതെ നഗ്നപാതരായി കളിക്കാൻ ഫിഫ അനുവദിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ പിന്മാറിയത് എന്നൊരു തെറ്റായ മിഥ്യാധാരണ പലരുടെ ഇടയിലുമുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യമല്ല. അന്ന് ബ്രസീലിലേക്ക് പോകാനുള്ള യാത്രാ ചിലവ് കണ്ടെത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ലോകകപ്പിനേക്കാൾ വലിയ കായികമേള ഒളിമ്പിക്സ് ആണെന്നുമുള്ള ഇന്ത്യൻ സ്പോർട്സ് ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മയാണ് ആ അവസരം നമ്മളുടെ പ്രതിഭകൾക്ക് നഷ്ടമാക്കിയത്. പിന്നെ എവിടെയാണ് നമുക്ക് പിഴച്ചത്? വ്യക്തമായി പറഞ്ഞാൽ 1983-ൽ കപിൽ ദേവും സംഘവും ക്രിക്കറ്റ് ലോകകപ്പ് നേടിയതോടെ ഇന്ത്യയുടെ കായിക സംസ്കാരം പൂർണ്ണമായി മാറി. കോർപ്പറേറ്റ് പണം പൂർണ്ണമായും ക്രിക്കറ്റിലേക്ക് മാത്രം ഒഴുകാൻ തുടങ്ങി. യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെ കുട്ടികളെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്ന ഗ്രൗണ്ട് ലെവൽ സിസ്റ്റം, ഗ്രാസ് റൂട്ട് സിസ്റ്റം ഇന്ത്യയിൽ ഇന്നില്ല. ഏറ്റവും പ്രധാനമായും സ്പോർട്സ് ഭരണത്തിലെ രാഷ്ട്രീയം മറ്റൊരു പ്രശ്നമാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തലപ്പത്ത് വർഷങ്ങളോളം രാഷ്ട്രീയക്കാരായിരുന്നു അധികാരികളായിരുന്നത്. അവരുടെ അഴിമതിയും ആഭ്യന്തര രാഷ്ട്രീയവും കാരണം 2022-ൽ സാക്ഷാൽ ഫിഫ തന്നെ ഇന്ത്യയെ വിലക്കുന്ന ഒരു നാണക്കേട് നമുക്ക് നേരിടേണ്ടി വന്നു. ഇന്ത്യയിൽ ടാലന്റ് ഇല്ലാത്തതിനാലല്ല, അഴിമതി നിറഞ്ഞ ഒരു സിസ്റ്റമാണ് നമ്മുടെ യഥാർത്ഥ വില. സാമ്പത്തികവും രാഷ്ട്രീയവും കടന്ന് ഫിഫ ലോകകപ്പിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏറ്റവും ദുരൂഹമായ മറ്റൊരു തിയറിയുണ്ട്. റിലീജിയസ് കോൺസ്പിറസികൾ അഥവാ മതപരമായ ഗൂഢാലോചനകൾ. ഫിഫ ലോകകപ്പ് വെറും ഒരു കായികമേള മാത്രമല്ല, ലോക ജനതകളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ വൻകിട ശക്തികൾ ഉപയോഗിക്കുന്ന ഒരു സെക്കുലർ മതം കൂടിയാണ് എന്നതാണ് ഈ തിയറി പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങുകളെ ചുറ്റിപ്പറ്റിയിട്ടാണ്. 2026-ലെ ലോകകപ്പിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞയുടനെ സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു ചർച്ചയുണ്ടായി. ചടങ്ങിലെ സ്റ്റേജ് ഡിസൈനുകൾ, വെളിച്ചത്തിന്റെ വിന്യാസം, ഇതെല്ലാം തന്നെ ഇലുമിനാറ്റി ഓർ സൈതാനിക് ചിഹ്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ലോക ജനതയെ മുഴുവൻ ഒറ്റ ഭരണത്തിന് കീഴിലാക്കാൻ ശ്രമിക്കുന്ന വൺ വേൾഡ് ഗവൺമെന്റ് എന്ന അജണ്ടയുടെ ഭാഗമായുള്ള സബ്ലിമിനൽ മെസ്സേജിംഗ് ആണ് ഇത്തരം ചടങ്ങുകൾ എന്നതാണ് ഗൂഢാലോചന സൈദ്ധാന്തികർ വിശ്വസിക്കുന്നതും പറയുന്നതും. മറ്റൊരു ചിന്താഗതി ഫുട്ബോൾ തന്നെ ഒരു മതമായി മാറുന്നു എന്നുള്ളതാണ്. സ്റ്റേഡിയങ്ങൾ ആരാധനാലയങ്ങളായും കളിക്കാർ ദൈവങ്ങളായും വാഴ്ത്തപ്പെടുന്നു. സാധാരണക്കാരായ ജനങ്ങളെ യാഥാർത്ഥ ലോകത്തിന്റെ ഭരണകൂടങ്ങളുടെ വീഴ്ചകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാസ് ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു പുത്തൻ ലഹരിയാണ് ഫുട്ബോൾ എന്നും പറയപ്പെടുന്നു. എന്നാൽ ഫിഫ തങ്ങളുടെ ടൂർണമെന്റുകളെ കോർപ്പറേറ്റ് വൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴും കളിക്കാർ അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളെ മൈതാനത്ത് കൊണ്ടുവരുന്നത് വലിയ മതരാഷ്ട്രീയ സംഘർഷങ്ങൾക്കും വഴിതെളിയിക്കുന്നതായി നമ്മൾ ഈയിടെ കാണുകയുണ്ടായി. മൈതാനത്ത് പരസ്യമായി സുജൂദ് ചെയ്ത മുസ്ലിം താരങ്ങളും ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ നടത്തിയ ജർമ്മൻ താരങ്ങളും വലിയ വാർത്തയായിരുന്നു. കൂടാതെ സിയാറ്റിലിൽ ഫിഫ സംഘടിപ്പിച്ച പ്രൈഡ് മാർച്ച് എന്ന ആശയത്തിനെതിരെ ചില രാജ്യങ്ങൾ തങ്ങളുടെ മതപരമായ വിശ്വാസങ്ങളെ മുൻനിർത്തി രംഗത്ത് വരികയുണ്ടായി. വലിയൊരു വിവാദമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിഫയുടെ അജണ്ടകൾക്കൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിലെ മനുഷ്യരുടെ മതപരവും സാംസ്കാരികപരവുമായ വിശ്വാസങ്ങൾ ആ പച്ചപ്പുൽ മൈതാനത്ത് പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? സാധാരണക്കാരുടെ വികാരമായിരുന്ന ഫുട്ബോൾ ഇന്ന് പൂർണ്ണമായും കോർപ്പറേറ്റുകളുടെയും രാഷ്ട്രീയക്കാരുടെയും കൈകളിലാണ്. വിസ നിഷേധിക്കപ്പെടുന്നതും ഭീമമായ ടിക്കറ്റ് നിരക്കുകൾ കാരണവും യാഥാർത്ഥ ആരാധകർ ഇന്നും സ്റ്റേഡിയത്തിന് പുറത്താണ്. ഫിഫയുടെ ഈ സാമ്പത്തിക രാഷ്ട്രീയ അജണ്ടകൾ ഇങ്ങനെ തന്നെ പിന്തുടർന്നു പോയാൽ ഭാവിയിൽ ഫുട്ബോൾ ലോകകപ്പ് എന്നത് വൻകിട കമ്പനികൾക്കും ഗവൺമെന്റുകൾക്കും അവരുടെ അധികാരം പ്രദർശിപ്പിക്കാനുള്ള വെറും ഒരു ഡിജിറ്റൽ സ്റ്റേജ് മാത്രമായി തീരുന്നു.
പണവും അധികാരവും കളി നിയമങ്ങളെ തിരുത്തിയെഴുതുന്ന ഒരു ഭയാനകമായ ഭാവി. കളിക്കളത്തിൽ കാണുന്ന ഓരോ ഗോളിനും പിന്നിൽ നമ്മൾ കാണാത്ത അനേകം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഈ ഡേറ്റകളും കണക്കുകളും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഫുട്ബോൾ എന്ന കളി പവിത്രമാണ്, എന്നാൽ അതിനെ നിയന്ത്രിക്കുന്നവർ അങ്ങനെയല്ല. ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഫിഫ ലോകകപ്പിലെ ഇത്തരം രാഷ്ട്രീയ ഇടപെടലുകൾ ഫുട്ബോളിന്റെ യാഥാർത്ഥ്യ സ്പിരിറ്റിനെ ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ അനാലിസിസ് നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച നൽകിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ കൃത്യവും ആഴത്തിലുള്ളതുമായ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, this is Pretty P. John. Bye.